രാവിലെ തന്നെ നല്ല ഫ്രഷ് കണവ കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഏകദേശം ഒരു 1/2 കിലോയോളം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഉള്ള മീനുകളൊക്കെ ആണെങ്കിൽ ആ മീൻകാരനൊക്കെ ചില സ്പെസിഫിക് ആയിട്ടുള്ള വീടുകളിലേക്ക് മാത്രമേ കൊണ്ടുവരാറുള്ളൂ കേട്ടോ. ഇവിടെ അങ്ങനെ ഇങ്ങനത്തെ മീനൊന്നും വാങ്ങിക്കാറില്ല. പക്ഷേ ഇന്ന് പിന്നെ ഞാൻ അങ്ങ് കണ്ടപ്പോൾ വാങ്ങിച്ചെന്നേ ഉള്ളൂ. എനിക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ അങ്ങനെ വാങ്ങിച്ച് കണ്ടിട്ടില്ല. ഉമ്മച്ചിയും വാപ്പച്ചിയും എപ്പോഴും വറ്റയും മീനുമാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. അതായിരിക്കും കേട്ടോ മോസ്റ്റ് പ്രോബബ്ലി വാങ്ങിക്കുന്നത്. അപ്പോൾ ഇന്ന് ഫ്രഷായിട്ട് കണ്ടപ്പോൾ അയക്കുക പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വാങ്ങിച്ചാണ്. ഏകദേശം ഒരു 1 കിലോയ്ക്ക് അടുത്തോളം ഉണ്ടായിരുന്നു കേട്ടോ. 1/2 കിലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും കണവയാണെങ്കിൽ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ കുഞ്ഞു ബേബി പാലെന്നും പറഞ്ഞ് ബഹളം വെച്ചിട്ട് കൈയൊക്കെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് പോയി ഞാൻ പെട്ടെന്ന് പാലൊക്കെ ഒഴിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ 2ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം മൊത്തം കൂടി ഇന്ന് എടുക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ കുറച്ചെടുത്ത് മാറ്റി ഫ്രീസറിൽ വെച്ചേ. ബാക്കി കുറച്ച് തലയും ബാക്കിയുണ്ടായിരുന്ന കഷ്ണങ്ങളും എല്ലാം കൂടെ മുറിച്ച് ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് അതങ്ങോട്ട് വരവി ഒന്ന് വേവാൻ വെച്ച് വരുന്നതിന് തൊട്ട് മുൻപ് ഉമ്മച്ചി ഇട്ട് വെച്ചിരുന്നതാണെന്നാണ് പറഞ്ഞത് കേട്ടോ. പക്ഷേ ഞങ്ങൾ വന്ന് കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതേ കാണുന്നത്. അത് നിറയെ പുഴുവായിരുന്നു. ആദ്യം വന്ന് എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തെ ആ ഒരു വെള്ളപ്പാട ഉണ്ടല്ലോ അതായിരിക്കും എന്നാ. കഴിഞ്ഞ ദിവസം വീണ്ടും എടുത്തപ്പോഴാണ് എന്തോ അത് ചെറുതായിട്ട് അനങ്ങുന്നതായിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് കേട്ടോ കണ്ടത് പുഴുക്കുഞ്ഞുങ്ങളായിരുന്നു. എൻ്റെ പൊന്നെ എത്രണ്ണം വയറ്റിൽ പോയിട്ടുണ്ടെന്ന് അറിയത്തില്ല കേട്ടോ. ഇട്ടിട്ട് അധികം ആയില്ല എന്നാണ് ഉമ്മച്ചി പറഞ്ഞത്. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല പുഴു കയറിയത്. അത് പിന്നെ കളയാനായിട്ട് മാറ്റി വെച്ചു. പിന്നെ കണവയൊക്കെ ഫ്രൈ ചെയ്ത് തോരനും സെറ്റാക്കി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട.